ഈ മരത്തേലിരിക്കുന്നതേ ടെഡി ബെയർ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ കോലാന്ന് കേട്ടിട്ടുണ്ടോ? KOAL. അപ്പോൾ കോലയാണ് ഈ മരത്തേലിരിക്കുന്നത്. ഇതൊരു സൂവിലാണ്. അപ്പുറത്ത് കോലയുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന ഒരു സെഷൻ ഉണ്ട്. അപ്പോൾ സൂവിലെ ഈ ഒരു സ്റ്റാഫ് ഇവനെ ഫോട്ടോയ്ക്ക് വിളിക്കുന്നതാണ് പരിപാടി. പക്ഷെ അവൻ വരുന്നേ ഇല്ല, ഉറക്കപ്പിച്ചില്ലാന്ന് തോന്നുന്നു കേട്ടോ. അവനെ പിടിച്ച് വലിച്ചോണ്ടൊക്കെയാണ് പോകുന്നത്. പിടിച്ച് വലിച്ചോണ്ട് പോകുമ്പോൾ നോക്കി പിള്ളേരൊക്കെ തിരിക്കുന്ന പോലെ അങ്ങ് പോവുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോല ബെയർ എന്നൊക്കെയാണ് പറയാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് ബെയർ കാറ്റഗറി അല്ല, ഇതൊരു വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. ഇവന്മാർ ഒരു ദിവസത്തിൽ 18 തൊട്ട് 22 മണിക്കൂർ വരെ ഉറങ്ങും. പിന്നെ ഈ കഴിക്കുന്നത് എന്താണെന്നറിയോ? ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് യൂക്കാലിപ്റ്റസിൻ്റെ ഇലയാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതലുള്ള മരമാണ് യൂക്കാലിപ്റ്റസ്. അപ്പോൾ അതിൻ്റെ ഇലയാണ് ഇവരെപ്പോഴും കഴിക്കുന്നത്. ബാക്കിയുള്ള ആനിമൽസിനൊക്കെ ഈ യൂക്കാലിപ്റ്റസിൻ്റെ ഇല ടോക്സിക്കാണ്. പക്ഷേ ഇവരുടെ ഒരു ഗട്ടിൻ്റെ പ്രത്യേകത കാരണം ഇവർക്കിത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ക്യൂട്ടല്ലേ ഇവരെ കാണാനായിട്ട്. ഇവർ കുഞ്ഞുങ്ങളെ പുറത്തും വെച്ചുകൊണ്ട് നടക്കും. പിന്നെ ഇവർക്ക് കാംഗറൂസിനെ പോലെ പൗച്ചും ഉണ്ട്. അപ്പോൾ പൗച്ചിലും വെച്ചുകൊണ്ട് നടക്കും കേട്ടോ. ഓരോ കോലയ്ക്കും അവരുടേതായ ഫേവറേറ്റ് മരമൊക്കെ ഉണ്ടെന്നാണ് പറയാറ്. അത് കഴിഞ്ഞ് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പാണ് ഈ കാണുന്നത്. ഇതാണ് ഇൻലൻഡ് ടൈപ്പൻ. അത് ഓസ്ട്രേലിയയിലാണ് ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ സൂവിൽ പോയപ്പോൾ കണ്ടു കേട്ടോ. ഇത് പുറത്ത് വെച്ച് കാണാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സൂവിലൊക്കെ ഇരുന്ന് കാണുന്നത് കുഴപ്പമില്ല. നമ്മൾ പോയത് ഒരു ചെറിയൊരു സൂവിലോട്ടോ. പക്ഷെ ഒത്തിരി ഓസ്ട്രേലിയൻ നേറ്റീവ് ആനിമൽസ് ഉള്ള സൂവിലാണ്. അപ്പോൾ കാംഗറൂവിനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റും. ഇതൊരു കുഞ്ഞ് കാംഗറൂ ആയിരുന്നേ. അപ്പോൾ അവൻ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഫീഡ് എടുക്കും അങ്ങനെയാണ്. പിന്നെ റെപ്റ്റൈൽസിൻ്റെ സെക്ഷനകത്ത് വേറെ കുറേ പാമ്പിനെ കണ്ടു. അതിനകത്ത് ഏറ്റവും ഭംഗിയുള്ളൊരുത്തിനെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തതാണ്. ഇതാണ് ഡയമണ്ട് പൈത്തൺ. അവൻ്റെ പുറത്തെ ഡിസൈൻ നോക്ക്. എനിക്ക് നല്ല പേടിയാണ് സാധനത്തിന്. എന്തായാലും പുറത്തുനിന്ന് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കുറേ കാംഗറൂസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വെള്ള കളറിലുള്ള കാംഗറൂവിനെ കാണുന്നത്. ആൽബിനോ ആയിരിക്കും അത്. പിന്നെ കുറച്ച് പെൻഗ്വിൻസിനെയൊക്കെ കണ്ടു. പെൻഗ്വിൻസിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നേ. അങ്ങനെ നമ്മൾ ആ ഒരു ഫെദർഡെയിൽ സൂ നമ്മൾ കണ്ടു. പപ്പേനേയും അമ്മേനേയും കൂട്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. എല്ലാവരും ഒന്ന് കയറി കാണണേ.